Look at the poem. From a railway carriage. It's a wonderful and thrilling experience of a poet in a train. അപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ പോയറ്റിന് ഫീൽ ചെയ്തിരിക്കുന്ന ഒരു വണ്ടർഫുൾ ആൻഡ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് പോയത്തിലൂടെ പറയുന്നത്. ആരാ പോയറ്റ്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. നമുക്ക് പിന്നെ നോക്കാം. ഫ്രം എ റെയിൽവേ ക്യാരേജ്. ഒരു ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നത്, ചിൽഡ്രൻ യു ഹാവ് ട്രാവൽഡ് ബൈ ട്രെയിൻ വുഡ് ഹാവ് ഹാഡ് എൻ എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്. ഹാവ് യു ട്രാവൽഡ് ട്രെയിൻ? നിങ്ങൾ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടില്ലേ? അപ്പോൾ ട്രെയിൻ കാണാത്തവരുണ്ടാവില്ല, ട്രെയിനിൽ സഞ്ചരിക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ ട്രെയിനും ബസ്സും ഒരേപോലെയാണ് നമ്മൾ യാത്ര ഫീൽ ചെയ്യുന്നത്? ഒരിക്കലല്ല. ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക റിതം അല്ലേ, ഒരു ട്രെയിനിനൊരു പ്രത്യേക താളമുണ്ട്. ആ പ്രത്യേക താളത്തിന് പറയുന്ന പേരാണിത് ലോക്കോമോട്ടീവ് എന്നാണ് അതിന് പറയാം. എന്താ ലോക്കോമോട്ടീവ്? ആ ഒരു താളത്തോട് കൂടിയാണ് ഈ പോയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു താളത്തോട് കൂടി നമ്മൾ ഈ പോയം ചൊല്ലുകയാണെങ്കിൽ വളരെ വണ്ടർഫുള്ളായിട്ട് നമുക്കുള്ള എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും. Now look at the introduction. Children who have travelled by train should have had an exciting experience. Besides the rhythm and movement of the train, there are the rushing scenes outside the window to look at it. അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ താളവും അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് റഷിങ് സീനറീസ് നമുക്ക് ലഭിക്കാറുണ്ട്. ഈ റഷിങ് സീൻസ് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡിൽ നിന്ന് കിട്ടും, ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക്. വിൻഡോ സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. കാരണം പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിന്നി മറയുന്ന ഒരുപാട് കാഴ്ചകളാണ് നമ്മളെ പിടിച്ചു വയ്ക്കുന്നത് അല്ലേ. ഹിയർ ദ പോയറ്റ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഡിസ്ക്രൈബ്സ് അല്ലെങ്കിൽ പ്രസൻസ് ദി ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഓഫ് എ ട്രെയിൻ ജേണി ഇൻ ദ 19th സെഞ്ച്വറി. എന്നായി ശ്രദ്ധിക്കുക, ഇത് ഏത് നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണ്? 19th സെഞ്ച്വറിയിൽ നടന്ന സംഭവമാണ്. അതായത് 19ാം നൂറ്റാണ്ടിലാണ് ഈ പോയറ്റ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പോയറ്റിന് ഉണ്ടായിരിക്കുന്നത്. പോയറ്റ് ഒരു കുട്ടിയുടെ രൂപത്തിൽ നമ്മളോട് എക്സ്പീരിയൻസ് പറയുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം എ ഫാസ്റ്റ് മൂവിങ് ട്രെയിൻ ആൻഡ് ദ പീപ്പിൾ. കാരണം ഒരു ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ട്രെയിന്, അതിലെ ആൾക്കാർ, പ്ലേസസ്, തിങ്സ് ഒക്കെ അദ്ദേഹത്തിന് കാണുന്നുണ്ട്, ട്രെയിനിൻ്റെ ഉള്ളിരുന്ന് കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എയിം ഓഫ് ദ പോയറ്റ് എന്ന് പറയുന്നതാണ് ഹി ടെൽസ് ദ റീഡേഴ്സ് അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് എ ട്രെയിൻ. അപ്പോൾ ട്രെയിനിൽ സഞ്ചരിച്ച എക്സ്പീരിയൻസ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലിസൺ ദ പോയം. ഹു ഈസ് ദ പോയറ്റ്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. From a railway carriage. Robert Louis Stevenson was born in 1850 and died in 1894. Was a Scottish novelist. പ്രത്യേകം ശ്രദ്ധിക്കുക, he was a Scottish novelist അല്ലേ, ഒരു സ്കോട്ട്ലാൻഡുകാരനായ നോവലിസ്റ്റാണ് അദ്ദേഹം. ആൻഡ് പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. അപ്പോൾ ഒരു ട്രാവലോഗൊക്കെ എഴുതുന്ന വ്യക്തിയാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. വാസ് ബോൺ ഇൻ 1850 ആൻഡ് ഡൈഡ് ഇൻ 1894. വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്. നന്നായി ശ്രദ്ധിക്കുക, സ്കോട്ടിഷ്കാരനാണ്, സ്കോട്ട്ലാൻഡുകാരനാണ് കേട്ടോ. ഹീ ഈസ് വെൽ നോൺ ഫോർ ഹിസ് ചിൽഡ്രൻസ് ക്ലാസിക്സ് ടു. കൂടാതെ കുട്ടികളുടെ ക്ലാസിക്സിനും അദ്ദേഹം വളരെയധികം പ്രശസ്തനാണ്. ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ആർ, അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്? ട്രഷർ ഐലാൻഡ്, കിഡ്നാപ്പ്ഡ് ആൻഡ് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജാക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. ഹി ഓൾസോ, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സുകൾ. ഹി ഓൾസോ കമ്പോസ്ഡ് മ്യൂസിക് ഫ്ലേഗോട്ട്. അത് നന്നായി ശ്രദ്ധിക്കുക, സ്പെല്ലിങ്ങും കൂടി തന്നിട്ടുണ്ട് ഇവിടെ. ഫ്ലേജ്ലോട്ട് എന്ന് പറയുന്ന മ്യൂസിക് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. എ കൈൻഡ് കിയോഡ്, ശരിക്കും ഒരു ഹൈ പിച്ച്ഡ് സോബ്രാനോ എന്നാണ് പറയുന്നത്, റെക്കോർഡറാണ്. ഈ ഫ്ലേജ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ടാണ്, ലൈക്ക് എ ഹൈ പിച്ച്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നല്ല പിച്ചിൽ വായിക്കുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് സോപ്രാനോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോപ്രാനോയുടെ മ്യൂസിക്കൽ കമ്പോസർ ആരാണ്? നമ്മുടെ ലൂയിസ് സ്റ്റീവൻസൺ ആണ്. മനസ്സിലായല്ലോ ഓതറെക്കുറിച്ച്. അദ്ദേഹം ഒരു സ്കോട്ട്ലാൻഡുകാരനാണ്. 19ാം നൂറ്റാണ്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ട്രെയിൻ എക്സ്പീരിയൻസ് ആണ് പോയത്തിലൂടെ പറയുന്നത്. ഇനി ലുക്ക് അറ്റ് ദ പോയം. Faster than fairies, faster than witches, bridges and houses, hedges and ditches, and charging along like troops in battle. All through the meadows the horses and cattle, all of the sides of the hill and the plain, fly as thick as driving rain, and ever again in the wing of an eye, painted stations whistle by. ഫാസ്റ്റ് ദാൻ ഫെയറീസ്, ഫാസ്റ്റ് ദാൻ വിച്ചസ്. ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് ആ റിതം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ. നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ട്രെയിനിൽ കാണുന്ന ഓരോ സംഭവങ്ങളും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഫാസ്റ്റ് ദാൻ ഫെയറീസ് ആൻഡ് ഫാസ്റ്റ് ദാൻ വിച്ചസ് എന്താ ഉദ്ദേശിക്കുന്നത്? ട്രെയിനിൻ്റെ സ്പീഡാണ്.
അപ്പോൾ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ദ പോയറ്റ് ടോക്സ് അബൌട്ട് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. മനസ്സിലായല്ലോ, ആദ്യത്തെ സ്റ്റാൻസയിൽ പോയറ്റ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സ്പീഡ് ഓഫ് ദ ട്രെയിൻ. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡിനെ കുറിച്ചാണ് പറയുന്നത്. ആ സ്പീഡ് എന്തിനേക്കാൾ ഫാസ്റ്റർ ആണെന്നാണ് പറയുന്നത്? ഫെയറീസ്. ഫെയറീസ് എന്ന് പറഞ്ഞാൽ അറിയാമോ, ഫെയറി കഥകളൊക്കെ ഇട്ടില്ലേ, യക്ഷികളേക്കാൾ. യക്ഷികൾ വിചാരിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഫാസ്റ്റ് ദാൻ ഫെയറീസ്, ട്രെയിനിന് ഫെയറീസിനേക്കാൾ സ്പീഡുണ്ട്. പിന്നെന്താ പറയുന്നത്? ഫാസ്റ്റ് ദാൻ വിച്ചസ്. വിച്ചസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദുർമന്ത്രവാദികൾക്കാണ് വിച്ചസ് എന്ന് പറയുന്നത്. ശരിക്കും വിച്ചസ് എന്ന് പറഞ്ഞാൽ ദുർമന്ത്രവാദികൾ. അപ്പോൾ ഫാസ്റ്റ് ദാൻ ഫെയറീസ് ആൻഡ് ഫാസ്റ്റ് ദാൻ വിച്ചസ്. ഇപ്പോൾ എന്തിനൊക്കെ കമ്പയർ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഒരു മെറ്റഫോറിക് എക്സ്പ്രഷനാണ് ഉപയോഗിച്ചിരുന്നോ? ദ ട്രെയിൻ ഈസ് കമ്പയർഡ് ആസ് ദ ഫാസ്റ്റർ ആസ് ദി ഫെയറീസ്, അല്ലെ, ഫെയറിനേക്കാളും അതുപോലെ തന്നെ വിച്ചസിനേക്കാളും ഫാസ്റ്റാണ് ആർക്ക്? ട്രെയിനുള്ളത്. പിന്നെ അത് ഏതിലൂടെയൊക്കെയാണ് പാസ് ചെയ്യുന്നത്? ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്. ദ ട്രെയിൻ പാസസ് ത്രൂ ദ ബ്രിഡ്ജസ്, പാലങ്ങളിലൂടെ പോകുന്നുണ്ട്. ഹൗസസ് മറികടക്കുന്നുണ്ട്. ഹെഡ്ജസ് എന്നാൽ ഫെൻസാണ്. ഫെൻസ് എന്നാൽ വേലിക്കെട്ടുകൾ, ബുഷ് ചെടി കൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് വേലി കെട്ടിയിരിക്കുക. അപ്പോൾ ആ വേലിക്കെട്ടുകളൊക്കെ കടന്നു പോകുന്നതിന് ഡിച്ചസ്. ഡിച്ചസ് എന്നാൽ ശരിക്കും ട്രെഞ്ചി, ഓട, വെള്ളം പോകുന്ന ചാലുകളൊക്കെ ഇല്ലേ, അപ്പോൾ അതിനെയാണ് ഡിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ദ ട്രെയിൻ ഈസ് പാസസ് ത്രൂ ദ ബ്രിഡ്ജസ്, ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. അപ്പോൾ ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്ന സീൻ? അപ്പോൾ ആദ്യത്തെ ലൈൻ പറയുന്നത് കമ്പയർ ചെയ്തിരിക്കുന്നത് ഫെയറീസുമായിട്ടാണ്, അതുപോലെ തന്നെ വിച്ചസ് ആണ്. അതിനേക്കാൾ സ്പീഡാണ് ആർക്കുള്ളത്? നമ്മുടെ ട്രെയിനിനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ദ ട്രെയിൻ ഈസ് പാസസ് ത്രൂ ദി ബ്രിഡ്ജസ്, ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. ഹൗസ്, ബ്രിഡ്ജ്, ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ വേലി, വേലി എന്നൊക്കെ പറയാം. അതിന് ഡിച്ചസ് എന്നാൽ ഓട അല്ലെങ്കിൽ ചാല്, ട്രെഞ്ച് എന്ന് പറയുന്നു. ആൻഡ് ചാർജിങ് എ ലോങ് ട്രൂപ്പ് ലൈക്ക് ഇൻ എ ബാറ്റിൽ. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവമായിട്ട് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് ലൈക്ക് ട്രൂപ്സ് എന്നാണ് പറഞ്ഞത്. ഈ ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? സോൾജിയേഴ്സിനെയാണ്, പട്ടാളക്കാരെയാണ് ഇവിടെ ട്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് റൺസ് ത്രൂ ഇവിടെ ചാർജസ് എ ഹെഡ് ലൈക്ക് സോൾജിയേഴ്സ് ചാർജസ് ഇൻ ടു ബാറ്റിൽ ഫീൽഡ്. അപ്പോൾ പട്ടാളക്കാർ എങ്ങനെയാണോ ബാറ്റിൽ ഫീൽഡ്, അതായത് യുദ്ധത്തിൽ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നത്, അതിനേക്കാൾ സ്പീഡായിട്ടാണ് അവരുടെ ട്രെയിന് യാത്ര പോകുന്നത്. പിന്നെ കൂടാതെ ഇറ്റ് പാസസ് ത്രൂ ദ മെഡോസ്, ദ ഹോഴ്സസ് ആൻഡ് കാറ്റിൽ. പിന്നെ ഏതിലൂടെയൊക്കെയാണ് ഇത് പാസ് ചെയ്യുന്നത്? ആൻഡ് ത്രൂ ദ മെഡോസ്. മെഡോസ് എന്ന ഗ്രാസ് ലാൻഡ്, അതായത് പുൽമേടിലൂടെ പോകുന്നുണ്ട്. ദ ഹോഴ്സ്, കാറ്റിൽ, അതും ഏതൊക്കെയാണ്? കുതിരകളും കന്നുകാലികളും മേയ്ക്കുന്ന പുൽമേടിലൂടെ ഇത് പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഓൾ ഓഫ് ദ സൈറ്റ് ഓഫ് ദ ഹിൽ, എല്ലാ കുന്നിൻ്റെ കാഴ്ചകളും, ആൻഡ് ദ പ്ലെയിൻ, സമതലങ്ങളുടെ കാഴ്ചകളൊക്കെ ആർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? പോയിറ്റിന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതുപോലെ? ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. ഈ ഡ്രൈവിംഗ് റെയിൻ എന്നുദ്ദേശിക്കുന്നത് റെയിൻ ബ്ലോൺ ബൈ ദ വിൻഡ്. കാറ്റുണ്ടാകുന്ന സമയത്ത് മഴ പെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. എങ്ങനെയായിരിക്കാം? അത് ചെരിഞ്ഞായിരുന്നു മഴ പെയ്യുന്നുണ്ടാവുക, അല്ലേ? അതുപോലത്തെ കാഴ്ചകളാണ് കുന്നിൻ്റെയും പ്ലെയിൻ്റെയും അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുപോലെ ആ ചെരിഞ്ഞുണ്ടാവുന്ന മഴയുടെ കാഴ്ച പോലെ ഡ്രൈവിംഗ് റെയിൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. വിൻഡ്, റെയിൻ ബ്ലോൺ ബൈ ദ വിൻഡ്. കാറ്റിൻ്റെ സമയത്ത് റെയിൻ എങ്ങനെയാണോ അതുപോലെയാണ് കുന്നിൻ്റെയും സമതലങ്ങളുടെയും കാഴ്ചകൾ. അത് പറന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഫ്ലൈ ആസ് തിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എവർ എഗെയിൻ ഇൻ ദ വിങ് ഓഫ് ആൻ ഐ. പിന്നെന്താ പറയുന്നത്? ആൻഡ് എവർ എഗെയിൻ എന്ന് പറഞ്ഞാൽ എവറി നൗ ആൻഡ് ദെൻ, അതായത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ സമയത്തും ഇൻ ദ വിങ് ഓഫ് ആൻ ഐ, ഒരു കണ്ണ് തുറക്കുന്ന നിമിഷം, അതായത് വിത്തിൻ ഷോർട്ട് ടൈം, ഒരൊറ്റ നിമിഷത്തിനുള്ളിൽ പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസിൽ ബൈ. ഈ ട്രെയിൻ എവിടേക്ക് എത്തുന്നു? പെയിൻറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേഷനിൽ ചൂളം വിളിച്ചുകൊണ്ട് കടന്നു പോകുന്നു. പെയിൻ്റ് അടിച്ചിരിക്കുന്ന എല്ലാ സ്റ്റേഷനുകളും ചൂളം വിളിച്ചുകൊണ്ട് കടന്നു പോകുന്ന ട്രെയിൻ. അപ്പോൾ മനസ്സിലായല്ലോ, ഫാസ്റ്റ് ദാൻ ഫെയറീസ്. അതാണ് ഒരു ലോക്കോമോട്ടീവ് റിതം എന്ന് പറഞ്ഞത്. ഫാസ്റ്റ് ദാൻ ഫെയറീസ്, ഫാസ്റ്റ് ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്, ആൻഡ് ചാർജിങ് എ ലോങ് ട്രൂപ്പ് ലൈക്ക് ഇൻ എ ബാറ്റിൽ. അപ്പോൾ എന്തിനോടൊക്കെയാണ് ഉപമിച്ചിരിക്കുന്നത്? ഫെയറീസിനേക്കാളും വിച്ചസിനേക്കാളും സ്പീഡ് കൂടുതലാണ്. കൂടാതെ ദ ട്രെയിൻ പാസസ് ത്രൂ ദ ബ്രിഡ്ജസ്, ഹൗസസ്, അതിനോടൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓൾ ത്രൂ ദ മെഡോസ്, എല്ലാ പുൽത്തകിടിയും അതുപോലെ തന്നെ ഹോഴ്സും കാറ്റിലൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഹോഴ്സും കാറ്റിലും മെയിൻ നടക്കുന്ന പുൽത്തകിട് ഗ്രാസ് ലാൻഡ് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ കാഴ്ചകളും, അതായത് ഈ ഹില്ലിൻ്റെയും പ്ലെയിനിൻ്റെയും കാഴ്ചകൾ ലൈക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ എന്നാണ് പറഞ്ഞത്. കാറ്റത്ത് പെയ്യുന്ന മഴയിലെ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ കണ്ണ് ചിമ്മുന്ന നിമിഷത്തിനുള്ളിൽ അവസാനിക്കുകയും കൂടാതെ ഓരോ പെയിൻറ്റ് ചെയ്ത സ്റ്റേഷൻ മറികടന്ന് വിസിൽ ഒളിച്ചുകൊണ്ട് പെയിൻറ്റ് ചെയ്ത സ്റ്റേഷൻ മറികടക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? ഇനി ഇതിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. 3 ക്വസ്റ്റ്യൻ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡസ് ദ ട്രെയിൻ മൂവ് ത്രൂ എ വില്ലേജ് ഓർ സിറ്റി? ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ട്രെയിൻ മൂവ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? വില്ലേജിലൂടെയാണോ സിറ്റിയിലൂടെയാണോ മൂവ് ചെയ്യുന്നത്? അപ്പോൾ വില്ലേജിലൂടെയാണ്. സിറ്റിയിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കാറ്റിൽസിനെയും അതുപോലെ തന്നെ ഹില്ലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ദ ട്രെയിൻ മൂവ്സ് ത്രൂ എ വില്ലേജ് ബിക്കോസ് വി ക്യാൻ സീ ബ്രിഡ്ജസ്, ഹൗസസ്, ഹെഡ്ജസ്, ഡിച്ചസ്, മെഡോസ് അല്ലേ, ആൻഡ് ഹോഴ്സസ്, കാറ്റിൽ എക്സെട്ര. ഇതാണ് വി ആർ ദ കോമൺ സീൻ ഓഫ് ദി വില്ലേജ്. അപ്പോൾ ഇതൊക്കെ വില്ലേജിൻ്റെ ഒരു കോമൺ സീൻസ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എക്സ്പ്രഷൻസ് യൂസ്ഡ് ബൈ ദ പോയിറ്റ് ടു ഷോ ദ അമൈസിങ് സ്പീഡ് ഓഫ് ട്രെയിൻ? അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷൻസ് ഇതിന് മനസ്സിലായില്ലേ? ഏതുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? യെസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ് ആൻഡ് ഫാസ്റ്റർ ദാൻ ഫെയറീസ്. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്, ഫാസ്റ്റർ ദാൻ വിച്ചസ് ആൻഡ് ഫാസ്റ്റർ ദാൻ ഫെയറീസ്. ഓക്കെ, മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയറ്റ് ബ്രിങ് ഔട്ട് ദ ലോക്കോമോട്ടീവ് റിതം ഇൻ ദ പോയം? അപ്പോൾ ഈ ലോക്കോമോട്ടീവ് റിതം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ട്രെയിൻ സ്പീഡിനെയാണ് ലോക്കോമോട്ടീവ് എന്ന് പറയാം. ട്രെയിൻ ലോക്കോ എന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. അപ്പോൾ ലോക്കോ എന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. അപ്പോൾ ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കാണെന്നറിയോ? ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഓടിക്കുന്ന ആൾക്കാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയാം. ഇപ്പോൾ ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞാൽ മോഷൻ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചലനം അല്ലേ. അപ്പോൾ ട്രെയിനിൻ്റെ ചലനത്തിനെയാണ് ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത്. ഹൗ ഡസ് ദ പോയറ്റ് ബ്രിങ് ഔട്ട്? ഇതൊക്കെ ലോക്കോമോട്ടീവിനെ കാണിക്കുന്ന ഏതൊക്കെയാണ് പറഞ്ഞത്? ദ വേർഡ്സ് ലൈക്ക് ഫാസ്റ്റർ, ഫെയറീസ്. വായിക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഫാസ്റ്റ് ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, അതിൽ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് ഡിച്ചസ് ഹാവ് ദ റിപ്പീറ്റേഷൻ സെറ്റ് ഇൻ സൗണ്ട്സ് വിച്ച് റിമൈൻഡ് ആസ് ദി ലോക്കോമോട്ടീവ് റിതം. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻസ. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ നമ്മൾ പറയുന്നത് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസ നോക്കുക. ഓക്കെ, ലുക്ക് അറ്റ് ദി സെക്കൻഡ് സ്റ്റാൻസ. ഈ സ്റ്റാൻസയിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഇവിടെ കാണിക്കുന്നത്. പിക്ചർ നോക്കിയാൽ മതി, അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പോയിട്ട് നമ്മളോട് പറയുന്നത് ഔട്ട്സൈഡ് സീൻസ് ഫ്രം ദി ട്രെയിനാണ്. ട്രെയിനിൻ്റെ വിൻഡോ സൈഡിലിരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈന്, ഹിയർ ഇസ് എ ചൈൽഡ് ഹൂ ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ് all by himself and gathering brambles. Here is a tramp who stands and gazes, and there is the green for stringing daisies. Here is the cart run away the road, lumbering along with the men and load. And here is mill and there is a river, each glimpse and gone forever. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചകളുണ്ടല്ലോ അത് ഓർഡർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളതിൻ്റെ ഓർഡർ ഇങ്ങനെ മനസ്സിലോർത്ത് വെക്കുക. അദ്ദേഹം ആദ്യം കാണുന്നത് ആരെയാണ്? ഒരു കുട്ടിയെയാണ്. ആ കുട്ടിക്ക് എന്താ പ്രത്യേകത? ആ കുട്ടി ഹൂ ക്ലൈംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ് എന്ന് പറയുന്നത്. ഈ ക്ലൈംബേഴ്സ് പറഞ്ഞാൽ ക്ലൈംബ് വിത്ത് ഡിഫിക്കൽറ്റി, വളരെ ബുദ്ധിമുട്ടോട് കൂടി തന്നെ ആ കുട്ടിയുടെ കൈയും കാലൊക്കെ കുത്തിവെച്ച് കയറുന്നതിനാണ് ക്ലാംബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ക്രാമ്പിൾ, വളരെ മൂവ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽറ്റിയോട് കൂടിയാണ്, ബട്ട് ക്വിക്കിലിയും കൂടിയാണ്. അപ്പോൾ ക്ലാംബേഴ്സും സ്ക്രാമ്പിൾസും മനസ്സിലായല്ലോ. എ ചൈൽഡ് ഈസ് ക്ലൈംബിങ് ഓൺ എ ഹിൽ, അല്ലെങ്കിൽ സ്ക്രാമ്പിൾസ്. അത് സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോകുന്നൊരു കുട്ടി. പക്ഷേ പ്രത്യേകത എന്താണ്? ക്ലാംബറാണ് ആ കുട്ടി. ക്ലാംബർ എന്നാൽ കയ്യും കാലൊക്കെ കുത്തിയിട്ടാണ് നമ്മൾ കുന്നിൻ്റെ മുകളിലൊക്കെ കയറുന്നത് കണ്ടില്ലേ? അതെന്തിനു വേണ്ടിയാണ് കയറുന്നത്? ഓൾ ബൈ ഹിംസെൽഫ് ആൻഡ് ഗ്യാദറിങ് ബ്രാമ്പിൾസ്. ഈ ബ്രാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്ബെറിയാണ്. അതായത് ഞാറപ്പഴം എന്നൊക്കെ പറയും, ഞാവൽപ്പഴങ്ങളില്ലേ, അത് ഒരു അതായത് മുൾച്ചെടിയുടെ മേലുണ്ടാകുന്ന ഒരു തരത്തിലുള്ള പഴം. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി അവൻ ഒറ്റയ്ക്ക് തന്നെ കയറി പോവുകയാണ് ചെയ്യുന്നത്. അത് കയ്യും കാലൊക്കെ നിലത്ത് കുത്തി വെച്ചിട്ടാണ് അവൻ കയറുന്നത്. അപ്പോൾ ആദ്യം അവൻ ആരെയാണ് കാണുന്നത്? പോയിട്ട് ആരെയാണ് കാണുന്നത്? ചൈൽഡിനെയാണ്. പിന്നെ രണ്ടാമതായിട്ട് ആരെയാണ് കാണുന്നത്? ഹിയർ ഈസ് എ ട്രാമ്പ്. ട്രാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബെഗ്ഗർ, അതായത് വീടും കുടിയൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ, ജോബൊന്നും ഇല്ലാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ. ബെഗ്ഗർ എന്ന് പറയാൻ വാണ്ടറർ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ വാണ്ടർക്കാണ് ബെഗ്ഗർ അല്ലെങ്കിൽ ട്രാമ്പ് എന്ന് പറയാം. ഹൂ സ്റ്റാൻഡ് ആൻഡ് ഗെയ്സ്, അവൻ അവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഗെയ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുക, അത്ഭുതത്തോടു കൂടി ആകാംക്ഷയോട് കൂടി നോക്കുകയാണ്. എവിടേക്കാണ് നോക്കുന്നത്? പിന്നെ ഹിയർ ഈസ് എ ഗ്രീൻ ഫോർ സ്ട്രിഞ്ചിലിംഗ് ഡെയ്സീസ്. മൂന്നാമത്തെ കാഴ്ച എന്താണ്? ഗ്രീൻ ഫോർ സ്ട്രിഞ്ചിലിംഗ്, ഗ്രീൻ സീനറീസ് ആണ്, അതായത് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. അവിടെ ഒരുപാട് ഡെയ്സി ഫ്ലവേഴ്സ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ ഡെയ്സി ഫ്ലവേഴ്സ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ചരടിൽ കോർക്കാൻ പറ്റുന്ന ഏതൊക്കെ സ്ത്രീകൾക്ക് ചരടിൽ കോർക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഡെയ്സി ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്ത കാഴ്ച കാർട്ടാണ്. കാർട്ട് എന്ന് പറഞ്ഞാൽ കുതിരവണ്ടി. അത് റൺഅവേ ഇൻ ദ റോഡ്, അത് ആ റോഡിലൂടെ വരുന്നുണ്ട്. അതും എങ്ങനെയാണ്? ലംബിങ് അലോങ് വിത്ത് എ മാൻ ആൻഡ്
ലോഡ്. ഒരു മനുഷ്യനെയും വഹിച്ചുകൊണ്ടാണ് ആ കാർട്ട് വരുന്നത്. അതിന് വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയാണ് വരുന്നത്. ലംബ് എന്ന് മൂവിങ് വെരി ഡിഫിക്കൽറ്റ്. ലംബ് എന്ന് പറഞ്ഞാൽ മൂവിങ് വെരി ഡിഫിക്കൽറ്റ്, വളരെ ബുദ്ധിമുട്ടോട് കൂടിയാണ് ആ കാർട്ട് കുതിരവണ്ടി നീങ്ങി വരുന്നത്. ഇവിടെ റണ്ണവേ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്, റണ്ണവേ എന്ന് പറഞ്ഞാൽ തന്നെ ഔട്ട് ഓഫ് കൺട്രോളാണ്. കാരണം അതിന് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ലോഡാണ് അതിനുള്ളത്. ഇനി അടുത്ത കാഴ്ചയാണ് ഹിയർ ഈസ് എ മിൽ. മില്ലറിയാലോ ആൻഡ് റിവർ. ഇവിടെ ഒരു മില്ലുണ്ട്, ദർ ഈസ് എ റിവർ, അവിടെ ഒരു റിവർ ഉണ്ട്. ഈച്ച് ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ. അപ്പോൾ എല്ലാ കാഴ്ചകളും എങ്ങനെയാണ് പറയുന്നത്, ദാറ്റ് പാസ് എവേ ഫോർ എവർ എന്ന് ഷോർട്ട് മൊമെൻറ്റിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ആൻഡ് പാസ് എവേ ഫോർ എവർ എന്നേക്കുമായിട്ട് അത് മാഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സീനറീസാണ് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്ന സീനറീസ് ഫസ്റ്റ് മുതൽ പറയാം. ചൈൽഡ് ഏതൊക്കെയാണ് പറയുന്നത്, ഫസ്റ്റ് ചൈൽഡ്, പിന്നെ അതുപോലെ തന്നെ അടുത്ത ചൈൽഡ് എന്താ ചെയ്യുന്നത്, കുട്ടി അല്ലേ, ആദ്യത്തെ ചൈൽഡാണ് പറയുന്നത്. പിന്നെ ചൈൽഡ് എന്താ ചെയ്യുന്നത്, ക്ലാമ്പിങ് ആൻഡ് പിന്നെ വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. എന്ത് പഠിക്കാൻ വേണ്ടി വരുന്നതാണ്, ബ്രാമ്പിൾസ്, ബ്ലാക്ക്ബെറീസ് പറിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി അത്രയും ശ്രമിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ആ കുട്ടി നീങ്ങുന്നത്. പിന്നെ ട്രാമ്പാണ്, സ്റ്റാൻഡ് ആൻഡ് ഗെയ്സ്, തീവണ്ടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാമ്പ്. പിന്നെ കാഴ്ച കാണാൻ പറ്റുന്ന സ്ട്രിഞ്ചിൻ്റെ ഡെയ്സി ഫ്ലവേഴ്സാണ്, മാല കോർക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സ്. പിന്നെ കാർട്ടാണ്, വളരെ ബുദ്ധിമുട്ടി ഔട്ട് ഓഫ് കൺട്രോളിലായിട്ടുള്ള ഒരു കാർട്ട്. ആ കാർട്ടിൽ ഒരു മനുഷ്യനും ഉണ്ട്. ആ മനുഷ്യൻ്റെ ലോഡ് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അദ്ദേഹം ആ കാർട്ട് വഹിക്കുന്നത്. പിന്നെ മില്ല്, റിവർ. അപ്പോൾ അവസാനം കണ്ട കാഴ്ചയാണ് മില്ലും റിവറും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഈ കാഴ്ചകളൊക്കെ ഒരൊറ്റ നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടാകുന്ന ഒരു ഷോർട്ട് മൊമെൻറ്റിൽ മാത്രമേ കാണുന്നുള്ളൂ. ആൻഡ് ഗോൺ ഫോർ എവർ. എന്താ ഗോൺ ഫോർ എവറിന്, പാസ് എവേ ഫോർ എവർ, എന്നേക്കുമായി അത് ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇനി കുറച്ച് മീനിങ്സും വേർഡ്സിൻ്റെ മീനിങ് എഴുതാൻ വേണ്ടി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ചാർജ്, ട്രൂപ്പ്, ഡ്രൈവിങ്. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്താണ്, ഡ്യൂട്ടി ചെയ്യുന്നതിനാണ്. പിന്നെ ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ സോൾജിയേഴ്സ്. ഡ്രൈവിംഗ് ഡേ എന്നൊക്കെ പറഞ്ഞതല്ലേ. ദെൻ ക്ലാമ്പർ, സ്ക്രാമ്പിൾ, ബ്രാമ്പിൾ, ട്രാമ്പ്, ഗെയ്സ്, ലംബ്. ഇതിൻ്റെ മീനിങ് ഞാൻ എഴുതി തരാം, അത് ടെക്സ്റ്റ് ബുക്ക് തന്നെ എഴുതി വെക്കുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ റീവിസിറ്റ് എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റി ഞാൻ ഓഡിയോ ആയിട്ട് വിട്ടു തരാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് മാർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.